ഹായ് ഫ്രണ്ട്സിൻ്റെ പോവാം. അങ്ങനെ ആയിട്ട് അങ്ങനെ നമുക്ക് ഹീറോയിനെ നോക്കാം. ഹീറോയിൻ ജോലിയായിട്ട് എൻ്റെ ഉമ്മി വരാൻ പോവാം. അങ്ങനെ ഹീറോയിൻ നല്ല കുളിച്ച് ഫ്രഷ് ആയിരുന്നു. നല്ല ബ്ലാക്ക് സാരി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ കയറിയാ ബ്ലാക്ക് സാരി എടുത്ത് പോവാ. അമ്മ എനിക്ക് കുറച്ച് സാധനം അങ്ങ് മേങ്ങനുണ്ട് അമ്മ, അമ്മയും കൂടെ വാ. എന്താ മണി പറയാ മോ, ഞാൻ കുക്കിംഗ് പഠിക്കുന്ന അറിയില്ല. അതെ, നമ്മൾ പ്രിയ പറഞ്ഞ ഒരു കുക്കിംഗ് ക്ലാസ് പഠിക്കാണ്. കുക്കിംഗ് ക്ലാസ്, അതെ, ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞ കുക്കിംഗ് നിറയെ ഫുഡിങ് അത് മാത്രമല്ല ഹീറോയിൻ്റെ അച്ഛൻ പഠിപ്പിച്ച് കൊടുക്കുവാണ്. അത് മാത്രമല്ല ഹീറോയിൻ കുക്കിംഗ് പഠിക്കും. അതൊരു ബിസിനസ്സാണ് ഹീറോയിൻ്റെ അച്ഛൻ ചെയ്യുന്നത്. കുക്കിംഗ് അറിയാത്തവർക്ക് കുക്കിംഗ് പഠിപ്പിച്ച് കൊടുക്കും. അത് മാത്രമല്ല ഹീറോയിൻ്റെ അച്ഛൻ കമ്പനി അതുമാണ്. പിന്നെ ഡ്രസ് ഡിസൈൻ അല്ല തുന്നുന്നതല്ലാണ്ട് ഒരു സിറ്റി സെൻറ്റർ മതി. അതുതന്നെ ഹീറോയിൻ്റെ അച്ഛൻ ഓരോന്ന് കമ്പനി ചെയ്യും. മാത്രമല്ല ഹീറോയിൻ്റെ അച്ഛനക്ക് നിറയെ കുക്കിംഗ് ടാലൻ്റ് ഉണ്ട്. അതുപോലെ സിറ്റി സെൻറ്റർ ഉണ്ട്. കുട്ടിയാണ്. അങ്ങനെ ഹീറോയി പറയുന്നത്, അച്ഛാ ഞാൻ കുക്കിംഗ് നിറയെ പഠിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സാണ് ഡാഡ് പഠിക്കുന്നത് എന്ന് ഹീറോയി പറഞ്ഞു. അതെ, ഹീറോയി ഓൺലൈൻ ക്ലാസ് കുക്കിംഗ് പഠിക്കും. അത് മാത്രമല്ല കോളേജ് പഠിക്കും. നമ്മൾ ഹീറോയി കോളേജ് സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. ഹീറോയി പറയുന്നത്, അച്ഛാ എനിക്ക് കുറച്ച് ലേറ്റായി, ഞാൻ പോവാ കോളേജ്. അയ്യോ ഇവളൊരു കാര്യം, അച്ഛാ ഇന്ന് കോളേജ് കുറച്ച് ലേറ്റായി. എന്നെ ഹീറോയി കോളേജ് ഓടിപ്പോയി ഷോപ്പിംഗ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ, ഇല്ല അച്ഛാ ഞാൻ പിന്നെ വന്നിട്ട് ഷോപ്പിംഗ് ചെയ്യാം, ഇപ്പോൾ എനിക്ക് കോളേജിൽ ലേറ്റായി എന്ന് പറഞ്ഞു ഹീറോയി കോളേജിൽ ഓടിപ്പോയായിരുന്നു. അമ്മ അടിപ്പാവി എന്ന് പറഞ്ഞ് അമ്മ തലേ കൈയടിച്ചായിരുന്നു. അമ്മ ലിഫ്റ്റ് ഇതിൽ എന്തെല്ലാം സാധനം വേണം എന്നോട് പറയാം. ശരി, ഓക്കെ, നീയും പോവാ. അതച്ചാ ഞാനും എൻ്റെ ഫ്രണ്ടും പോവാ. അമ്മ എനിക്ക് ലിഫ്റ്റ് തന്നാൽ മതി. ശരിമ്മ, എന്ന് വേണം സാധനം അതെല്ലാം പറഞ്ഞാൽ മതി. ഹീറോയി നോക്കുമായിരുന്നു. ഫുൾ ഓക്കെ അമ്മ, ലേറ്റായി, ഞാൻ പോവാന്ന്, ബായ് എന്ന് പറഞ്ഞ് ഹീറോയി കാർ എടുത്തോണ്ട് ഹീറോയി പോയിരുന്നു. അതെ, ഹീറോയ്ക്ക് ഒരു കാർ ഉണ്ടായിരുന്നു, വലിയ കാറാണ്. പ്രിയ, എന്തിനാ വലിയ കാർ കൊണ്ടുവന്നാ? ഇതിൽ നിറയെ വരെ ഇരിക്കാം. അച്ഛാ ഞാൻ കാറ് എന്തിനാ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് സാധനങ്ങൾ കൊണ്ടുവരണം, അതൊക്കെ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് ഹീറോയി ചിരിച്ചിട്ട് കൊണ്ടുപോയായിരുന്നു കാർ. ഇവളെ വെച്ചെന്ന് വെച്ചാൽ കോളേജിലേക്ക് വന്നായിരുന്നു. കോളേജിലെ ഡ്രൈവർ, അതെ അവിടെ സെക്യൂരിറ്റി തന്നെ. പ്രിയ കൊച്ചി വന്നോ? വന്നു അങ്കിൾ. കാർ ഡ്രോപ്പ് ചെയ്തു, എന്നെ ഡ്രോപ്പ് ചെയ്തു. എല്ലാവരും കാർ എടുത്തോണ്ട് വരും. ബൈക്കിലെ കാർ ഹീറോയി കാർ അവിടെ വെച്ചു. അങ്കിൾ, എന്താ ഇന്ന്? അങ്കിൾ, ഞാൻ പുതിയ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്കിൾ, ഞാൻ ഡിഷ് എന്ന് കൊടുത്തായിരുന്നു. താങ്ക്സ് മാ. ശരി, ഓക്കെ എന്ന്. അവിടെ ഫ്രിഡ്ജുണ്ട് അങ്കിൾ, ഇതിൽ ഡിന്നർ, നിങ്ങൾ ഉച്ചയാകുമ്പോൾ ഡിന്നർ കഴിച്ചോ, അത് മാത്രമല്ല ഇതൊരു ഫുഡ് ഇത് കഴിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോയിരുന്നു. താങ്ക്സ് മാ, നിങ്ങൾ ഡിന്നർ കഴിച്ചോ, 2 ടിഫിനുണ്ട്, 2 ഫുഡുണ്ട്, ഇത് ടേസ്റ്റ് ചെയ്തോ, പിന്നെ ഇത് സ്വീറ്റാണ് എന്ന് 3 ടിഫിനും കൊടുത്തിട്ട് പോയിരുന്നു. താങ്ക്സ് മാ എന്ന് പറഞ്ഞാൽ വലിയ ടിഫിനായിരുന്നു. 3-ൽ ഒരു സ്വീറ്റ് അത് ഇതാണ്. പിന്നെ ലഞ്ച് ഡിന്നറുണ്ട്, അതൊരു വലിയൊരിത് കൊടുത്തു പോയിരുന്നു. താങ്ക്സ് മാ എന്ന് പറഞ്ഞത് അവിടെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അവിടെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഹീറ്റ് ചെയ്തവനെ കഴിക്കാൻ വേണ്ടി ഹീറ്റ് പറഞ്ഞ് അതിൽ ഒരു ചൂട് പാത്രം ഉണ്ടായിരുന്നു. ഹീറ്റ് ചെയ്തെന്ന് ഇത് ചൂടായിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ. അതെ, ഹീറ്റ് പാത്രത്തിൽ ഒരു ഹീറ്റ് ബാസ് ഉണ്ടായിരുന്നു, അതിൽ വെച്ചായിരുന്നു ചൂടായിരിക്കട്ട്. ഇത് മാത്രം ഇത് സ്വീറ്റാണ് എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു. കുറച്ച് ഫുഡ് കഴിച്ചു, നല്ല ടേസ്റ്റുണ്ട്. അവിടെ ഒരു അങ്കിൾ വന്നായിരുന്നു. എന്താപ്പാ, എന്തടാ ഇത്? ഇല്ലടാ, ഇത് കൊച്ചു തന്ന 2 സെക്യൂരിറ്റി ഉണ്ട്. അങ്ങനെയാണോ? ഇതാ നിനക്ക്. അങ്ങനെ 2 പേർ സ്വീറ്റ് കഴിച്ചത് സംസാരിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ഹീറോ കോളേജകത്ത് പോയിരുന്നു, ഫ്രണ്ട്സുകളുടെ ജോലിയായി സംസാരിക്കുന്ന. മച്ചി, എന്തടി ഇന്ന് ഡിഷ് എന്ത് ചെയ്തോ? അതെ മച്ചി, ഇന്ന് ഞാൻ ഡിഷ് ചെയ്തു. നീ ക്ലാസ് നീ ചെയ്തോ? അതെ മച്ചി, എന്നിട്ട് നമുക്ക് ഓരോന്ന് ക്ലാസ് തന്നെ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. അതെ മച്ചി, ഇന്ന് ഞാൻ സ്വീറ്റ് റെസിപ്പി ഒന്നും പറഞ്ഞില്ല. ഹീറോയി പറഞ്ഞു. മച്ചി, ഞാനിന്ന് ഈ ഫുഡ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചാൽ മതിയെന്ന് ഹീറോയി പറഞ്ഞു. ലിഫ്റ്റ് അയച്ചിട്ടുണ്ട് മച്ചി ഞാൻ എന്ന് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അവർ 2 പേരും കോളേജിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. മച്ചി അതെന്ന് പറഞ്ഞായിരുന്നു. അവിടെ ഒരു അർജുനക്ക് ഹീറോയി മലക്കാണ്, സീനിയറാണ്. അർജുൻ വന്ന് ഹായ് ക്യൂട്ട് ബേബി എന്ന്. സീനിയർ, എന്നെ ക്യൂട്ട് ഗേൾ എന്ന് വിളിക്കേണ്ട സീനിയർ. അല്ല, എനിക്കാണ് ക്യൂട്ടായി ചെബിയായിട്ടുണ്ട് സീനിയർ എന്ന് പറയുന്നു. അങ്ങനെ സീനിയർ അവിടെ നിന്ന് ചിരിച്ചിരുവായിരുന്നു. സീനിയറിൽ കൂടെ ഉള്ള ഫ്രണ്ട്സെല്ലാം പറയുന്നു, എന്നിട്ടാ നീ അവളെ പുറകുവാ, പറഞ്ഞേക്കടാ, എനിക്ക് അവളെ മേലെ ക്രഷ്. അതുമാത്രമല്ല എനിക്കവളെ പിടിക്കും. അതുമാത്രമല്ല ആര് വന്നാൽ അവൾക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ആളാ എന്ന് പറഞ്ഞ സീനിയർ വലിയ ആളാക്കി അവിടെ നിന്ന് പോയിരുന്നു. നടക്കട്ടെ എന്ന് പറഞ്ഞ് ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ഹീറോയ്ക്കൊന്നും അറിയില്ലായിരുന്നു ആ സീനിയർ ഹീറോയിനെ വൺ സൈഡ് ലവ് ചെയ്യുക. ഹീറോയെ പറയുന്നു, മച്ചി അത് ഇത് എന്ന് അവർ കുറച്ച് ഹാപ്പിയായി സംസാരിക്കുക. ക്ലാസ് സ്റ്റാർട്ടായിരുന്നു. ഇപ്പം നമുക്ക് അവർ നോക്കാം. അവരെല്ലാം എടാ എല്ലാം പാക്കിങ് ചെയ്തു കഴിഞ്ഞു മോം 1 മന്ത് ലീവ് 1 മന്ത് പറഞ്ഞ ഞാൻ ഓക്കെ മോം, നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം. അതുമാത്രമല്ല
ശരി ഓക്കെ എന്ന് അവർ പറഞ്ഞു. അങ്ങനെയായിട്ട് അവർ ഇന്ത്യക്ക് ഫ്ലൈറ്റിൽ ബുക്കിംഗ് ഒരു പ്ലേസിൽ വന്ന് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഡൽഹിയിൽ അവർ പറയുന്നു മോം ഡൽഹിക്ക് ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങി അവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് അവരോട് താമസിക്കാൻ തുടങ്ങി. അവിടെ ഡൽഹി ഫുഡ് തന്നിട്ടുണ്ടല്ലോ, എന്നോടൊക്കെ മോം പോകാൻ പോകുന്നത്. ശരിടാ ഇവിടെ റെസ്റ്റ് എടുക്കാം, കുറച്ചുകൂടെ ഇറങ്ങിയായിരുന്നു. ഇങ്ങനെ റെസ്റ്റ് ഈ പ്ലേസ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ സംസാരിക്കുമായിരുന്നു. നാളെ ഇവിടുന്ന് നൈറ്റ് തന്നെ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് റെസ്റ്റ് എടുത്ത് അങ്ങനെ ഹീറോയുള്ള പ്ലേസിക്ക് ഹീറോയിനൊമ്മിയുള്ള പ്ലേസിക്ക് ഇന്ത്യ കേരളത്ത് വന്നു. അങ്ങനെ ഹീറോയുള്ള പ്ലേസ് വന്നിരുന്നു. മമ്മി എന്ന് പറഞ്ഞ് ഹീറോ ജോലി എടുത്ത് ഫ്രണ്ട്സ് എടുത്ത് ഇറങ്ങായിരുന്നു. അങ്ങനെ നൈറ്റ് വന്ന് ഹലോ ഹീറോയിനൊമ്മി കോൾ ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞേക്കോ ഞങ്ങൾ വന്നിട്ട് എത്തുമ്പോൾ നൈറ്റാവും എന്ന് പറഞ്ഞായിരുന്നു ഹീറോയിൻ്റെ അമ്മീനോട്. ശരി ഓക്കെ നൈറ്റ്, ശരി ഓക്കെ എത്ര മണിയാവും വരുമ്പോൾ എന്ന് പറഞ്ഞു. നൈറ്റാവും എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു ഹീറോയിൻ്റെ അമ്മി. അങ്ങനെ അവർ നൈറ്റായിരുന്നു വന്നെത്തിയത്. ഹീറോയിൻ്റെ അമ്മ കാക്കായിരുന്നു. മണി 12 മണിയാവാനായി. അതെ അവർ 12 മണിക്ക് ഇവിടേക്ക് പറഞ്ഞായിരുന്നു. അങ്ങനെ അവർ ഇറങ്ങി വന്നായിരുന്നു കാറ്. അവർ കുറച്ച് അങ്ങനെയായിട്ട് സാധനങ്ങൾ ഇതെല്ലാം വേഗം മമ്മി 12 മണിക്ക് വരെ പറഞ്ഞാൽ ഇല്ലടാ 12 മണിക്ക് ഈ പ്ലേസിൽ കുറച്ച് ഇതാവും ട്രാഫിക് അവിടെ എന്ന് പറഞ്ഞു. ട്രാഫിക് അമ്മക്കറിയോ? എടാ നീ മാത്രമല്ല വരാതെ ഞാൻ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് അവർ വന്നെത്തിയായിരുന്നു. അങ്ങനെ 12 മണിക്ക് എത്തിയായിരുന്നു. ഹീറോയിൻ അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കറക്റ്റ് 12 മണിക്ക് അവർ വീട്ടിലേക്ക് എത്തിയായിരുന്നു. ഹീറോയിൻ അമ്മയ്ക്ക് അമ്മ സമ്മതമാണ്, കുറച്ച് ലേറ്റായ അത് പ്രശ്നം ട്രാഫിക്കായിരുന്നു. അങ്ങനെ വരുന്ന അവർ അകത്ത് വന്നായിരുന്നു. ഹീറോയിൻ നല്ല ഉറങ്ങായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ റൂം ആദ്യം തുറന്നിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോത്തിൽ കാണുന്ന മതി സാരി ഉടുത്തിട്ടാണ് ഹീറോയി കിടന്ന് ഉറങ്ങിയത്. അങ്ങനെ 7 പേർ അകത്ത് വന്നായിരുന്നു. ഹീറോയിൻ അമ്മയുടെ അടിയിൽ സംസാരിക്കായിരുന്നു. 7 പേർക്ക് റൂം പറഞ്ഞു കൊടുത്തായിരുന്നു. അങ്ങനെ ഹീറോ ഡാഡി വാടാ ഞാൻ റൂം കാട്ടുതരാ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവർ റൂമിൻ്റെ ഒക്കെ അവർ പോയിട്ട് വെളിയിൽ കുളിച്ച് ഫ്രഷായിട്ട് താഴെ ഇങ്ങനെ സ്റ്റെപ്പിൽ ഇറങ്ങി വരാം. ഓരോ നാളെ ഓരോ റൂമിൽ വരുന്നു. ഇങ്ങനെ റൂം കടന്നു പോകുമ്പോൾ ജിമ്മി സ്റ്റോപ്പായി. സ്റ്റോപ്പായിട്ട് കണ്ട് ജങ്കുക്ക് എന്താടാ എന്ന് പറഞ്ഞു. എന്താടാ പറഞ്ഞു. അങ്ങനെ 3 പേർ വന്ന് ഹീറോയിൻ്റെ റൂം നോക്കിയായിരുന്നു. ജങ്കുക്ക് ജിമ്മിന് വായി പളന്ന് ഹീറോയിൻ്റെ കോള കണ്ട് മൊത്തം ഫ്ലാറ്റായി. ബായ്